വളരെ ഹാപ്പിയാണ്. നല്ല ഓഡിയൻസിനോട് ഒരു കൈൻഡ് ഓഫ് തിയേറ്റർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം നമുക്കുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസിൽ നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ എല്ലാവരും തന്നെ തിയേറ്ററിൽ വന്ന് കാണുക, ഒരു കൈൻഡ് ഓഫ് ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നൊരു ഇതുണ്ട് സംഗതി. മീൻസ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഉള്ള ഒരു സിനിമയാണ് ഫോർ തിയേറ്റർ എക്സ്പീരിയൻസ്. അപ്പോൾ എല്ലാവരും കാണുകയും ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഇങ്ങോട്ടും ആ കാര്യം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മമ്മൂക്കയുടെ ഇതുവരെ കാണാത്തൊരു പ്രതിനായക വേഷം, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു താങ്കൾക്ക്? അത് ചലഞ്ചിങ് ആയിരുന്നു സംശയമുണ്ട്. അദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അത് ഡെവലപ്പ് ചെയ്ത് പോകാനായിട്ട്. കാരണം അദ്ദേഹമാണ് ചെയ്യുന്നതെങ്കിൽ അതിന് തീർച്ചയായിട്ടും വേറെ ഡയമെൻഷൻസ് വരുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ അത് മനസ്സിൽ കണ്ടാണ് പിന്നെ എഴുത്ത് പരിപാടികൾ പോയത്. അപ്പോൾ നമുക്ക് ചലഞ്ചിങ് ഇല്ലായിരുന്നു, കുറേ കൂടെ ഭയങ്കര ഒരു ഹൈ തന്നൊരു പരിപാടിയായിരുന്നു. അത് ശരിയായിരുന്നു എന്ന് ഇപ്പോഴും തോന്നുന്നു. സമൂഹത്തെ ഞെട്ടിച്ച ഒരു വേഷമാണ്, ആ വ്യക്തിയുടെ ക്യാരക്ടറാണല്ലോ ചെയ്തത്. അത് എത്രത്തോളം എങ്ങനെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എത്രയൊക്കെ അതിനെപ്പറ്റി അധികം ബോധർ ചെയ്തില്ല. നമുക്ക് അതിനുപരി അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു ഫിക്ഷനെയാണ് നമ്മൾ പിന്തുടരാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തെപ്പറ്റി അങ്ങ് ഭയങ്കരമായിട്ട് ബോധർ ചെയ്തില്ല. സിനിമയെ ബെറ്റർ ആക്കുക എന്ന് മാത്രമേ നോക്കിയുള്ളൂ. സാധാരണ കാണുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണ രീതിയാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? അത് ഒരുപാട് ത്രില്ലേഴ്സ് ഒരുപാട് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ടെംപ്ലേറ്റ്സിൽ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയാണ്. അപ്പോൾ എന്നാൽ പോലും നമ്മളൊരു പുതിയൊരു ത്രില്ലറായിട്ട് വരുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും പുതുമ വരുത്തണമെന്ന് ബോധപൂർവമായിട്ട് ശ്രമം നടത്തി. അങ്ങനെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് കുറേ പരിപാടികൾ. ഈ വിനായകൻ ചേട്ടനാണെങ്കിൽ സബ്റ്റിലായിട്ടുള്ള ഒരു അഭിനയമാണല്ലോ. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് എന്താണ് പറയുക? അദ്ദേഹത്തോട് കൃത്യമായിട്ട് ഇതിൻ്റെ ക്യാരക്ടറൈസേഷൻ പരിപാടികളെ കുറിച്ച് ചർച്ചകൾ പോയിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ഉൾക്കൊണ്ട് അദ്ദേഹം പർട്ടിക്കുലർ സീൻസിലെല്ലാം കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്ത് വന്നാണ് പെർഫോം ചെയ്തത്. അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു തോന്നുന്നു. മൊത്തത്തിൽ ഇപ്പോൾ ഓഡിയൻസിൻ്റെ കൂടെയാണ് സിനിമ ഉണ്ടായത്. പല സ്ഥലത്ത് കൈയടികളുണ്ടായി, ആർപ്പുവിളികളുണ്ടായി. അതൊക്കെ കണ്ടപ്പോൾ എന്താണ് തോന്നുന്നത്? നമ്മൾ സന്തോഷം തോന്നി. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് ഇത് വന്നത്. അതിൻ്റെ ഒരു സന്തോഷം തോന്നി. എത്രത്തോളം ഇമോഷണലാണ്? അത് അറിഞ്ഞൂടാ, ഒരു ബ്ലാങ്ക് അവസ്ഥയിലാണ്. ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു.